ഹലോ ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം രജനി. ഞാനിന്ന് ഞങ്ങളുടെ ചെറിയൊരു നാടായ ഇരുവേക്കോണം വാർഡിലെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ 2016 ഒക്ടോബർ 2 ആ ഒരു വർഷത്തിൽ 15 അംഗങ്ങളുമായിട്ട് തുടങ്ങിയ ഒരു പൗരസമിതി, ഇരുവേക്കോണം പൗരസമിതിയിലെ ഒരു സംഘടനയിലെ ആൾക്കാർ ഇപ്പോൾ 40 അംഗങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. ഈ ഒരു 10 വർഷമായി ഇപ്പോൾ അവരുടെ ഈ ഒരു സംഘടന സ്റ്റാർട്ട് ചെയ്തിട്ട് തന്നെ 10 വർഷമായി. അപ്പോൾ 15 ആൾക്കാരെയും തുടങ്ങി ഇപ്പോൾ 40 ആൾക്കാരിലോട്ട് എത്തിപ്പെട്ട ആ ഒരു സന്തോഷമാണ് പൗരസമിതിയിലെ ആൾക്കാർക്ക് എല്ലാവർക്കും. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഒരു വലിയൊരു നന്ദി പറഞ്ഞറിയിക്കാനുണ്ട്. ഇവർ ഇതിൽ ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഇവർ ഈ നാട്ടിലേക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ദിവസവേതനത്തിൽ ജോലി ചെയ്യുന്ന ഇതിലെ അംഗങ്ങൾ അവരുടെ ഒരു പങ്ക് ഈ ഒരു സംഘടനയിലോട്ട് നിക്ഷേപിച്ചിട്ട് അവരിതിനെ ഇതിങ്ങനത്തെ പ്രവർത്തനങ്ങൾക്കായി അവരത് ഉപയോഗപ്പെടുത്തുന്നുമുണ്ട്. ഇവിടുത്തെ നാട്ടുകാരുടെ പങ്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. പിന്നെ ഇവരുടെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് ഈ പൗരസമിതിയുടെ തന്നെ ഒരു സ്ഥാപനവും അതിനുള്ള ഒരു സ്ഥലവും, അതാണ് അവരുടെ മനസ്സിൻ്റെ ഒരു ലക്ഷ്യം. അതിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അവർ ഈ കിടന്ന് കഷ്ടപ്പെടുന്നതൊക്കെ. ഈ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് അവരൊരു ബിരിയാണി അതിൻ്റെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ബിരിയാണി ചലഞ്ചുണ്ട്. പിന്നെ അവർ സമ്മാന കൂപ്പണിൻ്റെ പദ്ധതികൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. ഇതിന് വേണ്ടിയിട്ടുള്ളൊരു പൈസ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവരത് ചെയ്യുന്നത്. പിന്നെ ഇവിടുത്തെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുക, പിന്നെ നിർധരരായ ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവർ ഒരുപാട് ധനസഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അതിൽ കൂടെ നിരവധി ശുചീകരണ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ തുടങ്ങിയ സാമൂഹിക പ്രവർത്തനങ്ങളും പിന്നെ ഓണാഘോഷം, ക്രിസ്മസ്, അങ്ങനത്തെ തുടങ്ങിയ ഒരുപാട് പരിപാടികൾ, സാംസ്കാരിക പരിപാടികളും അവർ ഇതിൽ കൂടെ ഒരുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും അവർക്ക് വേണ്ടിയിട്ട് നല്ലത് വേണ്ടി പ്രാർത്ഥിക്കുക. അവരിനിയും പുരോഗമിച്ച് മുന്നോട്ട് തന്നെ പോകട്ടെ എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ 40 അംഗങ്ങളുള്ള ഒരു ടീം ഒരു 100 ആവട്ടെ, അതിൻ്റെ അപ്പുറമായി ഈ നാട് നന്നാക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ ഇനിയൊരു കാര്യം പറയാൻ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇവിടെ വന്നിട്ടുള്ള ഒരാളെന്ന രീതിയിൽ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറെയോ അങ്ങനെയൊന്നും അല്ല ഞാൻ പറയുന്നത്. ചില ഇടങ്ങളിൽ ലൈറ്റുകളില്ലാതെയും സ്ട്രീറ്റ് ലൈറ്റുകളില്ലാതെയും ശുചീകരണവും കുറച്ച് പിന്നെ അതൊക്കെ ഈ പഞ്ചായത്തുകാരുടെ ഒരു ഇതാണ്. അങ്ങനെയൊക്കെ ചെയ്യേണ്ടത് അവരാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ വഴികൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതൊക്കെ ഒന്ന് നിങ്ങൾ നോക്കി നടത്തുകയാണെങ്കിൽ. പിന്നെ അതിനേക്കാൾ പഴയ ഒരു ഇരുവേക്കോണം വാർഡിൽ നമുക്ക് എപ്പോഴും ബസ് റൂട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ലേശം ഇല്ലാതായിരിക്കുകയാണ്. അതിനെ കൂടെ നിങ്ങൾ ഒന്ന് പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ അതിൽ നല്ലതായിരിക്കുമെന്ന് പറയാനുള്ളൂ. അതിവിടുത്തെ ഒരു അംഗമെന്ന രീതിയിൽ ഞങ്ങൾ പറയുവാണ്. ഇത് എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്. ഒരുപാട് കുട്ടികൾ ഇവിടെ നിന്ന് തന്നെ ഈ ഒരു വാർഡിൽ നിന്ന് തന്നെ പഠിക്കാൻ പോകുന്നുണ്ട്. അവർ നടന്ന് ഓലത്താന്നി വരെ പോകാനും ഒക്കെ അവർ കഷ്ടപ്പെടുന്നുണ്ട്. അവർക്ക് പണ്ടൊക്കെ 1 മണിക്കൂർ ഇടവിട്ട് ബസ് ഇങ്ങനെ ഒരു സർവീസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം നേരെ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അതിപ്പം വരുന്ന വാർഡ് മെമ്പർ ആയിരുന്നാലും കഴിഞ്ഞു പോയ വാർഡ് മെമ്പർ ആയിരുന്നാലും ഒന്നേ പറയാനുള്ളൂ, നമ്മുടെ നാട് നന്നാക്കുക, അതാണ് നമ്മുടെ ലക്ഷ്യവും. എല്ലായിടത്തും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ കുറച്ചൊരു പരാജയത്തിലാണെന്ന് എനിക്ക് പറയാനുള്ളത്. അതിവിടുത്തെ വാർഡ് മെമ്പറൊക്കെയാണ് അതിന് മുൻകൈ എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്കിവിടെ പൗരസമിതിയിൽ കുട്ടികളല്ല അംഗങ്ങൾ ചെയ്ത അടുത്ത ആ ഒരു പ്രവർത്തനങ്ങളെപ്പറ്റി നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണാം. ബാക്കി ഈ വർഷം ഗംഭീര ഓണപരിപാടികളാണ് അവർ നിങ്ങൾക്ക് വേണ്ടി കാഴ്ചവെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആരും മിസ്സാക്കണ്ട. പിന്നെ പ്രത്യേക സമ്മാന കൂപ്പണുകളുണ്ട്. പിന്നെ ഈ കാണുന്നത് പഠിക്കുന്ന കുട്ടികൾക്കുള്ള പുരസ്കാരങ്ങളും ബുക്കുകളും എല്ലാം വിതരണം ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നത്. ബലം കൊടുക്കരുത്, നിപ്പ് പോകും ആവർത്തിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ ഈ കുട്ടികൾക്ക് എഴുതാൻ അറിഞ്ഞൂടാ. ഈ മഷിപ്പേനയുടെ പ്രത്യേകത, മഷിപ്പേന
ഉണ്ടാവുന്നത്. ആ സൗഭാഗ്യത്തിലാണ് നമ്മുടെ കുട്ടികൾ. അതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികളോട് അരുത് എന്ന് പറയില്ല. നമ്മുടെ കാലത്ത് കൊടുക്കൽ വാങ്ങലുണ്ടായിരുന്നു, ഇന്നത്തെ കാലത്തില്ല. നമ്മൾ പഠിച്ചപ്പോൾ അപ്പൊ ആ ഇരുട്ടിലിരുന്ന് പഠിച്ചു. നമുക്ക് താല്പര്യമില്ല, പട്ടിണിയായിരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു പട്ടിണിയില്ല, ഒരു താല്പര്യമില്ല. അടുത്തതായി 1 മുതൽ 4 വരെ ആദിശ്രീ